എങ്ങനെ പോയാലും 150 കോടി എമ്പുരാനെ മറികടക്കും എന്നൊരു യാതൊരു സംശയമില്ല. ബസൂക്കയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂക്ക നായകനായിട്ട് ഏപ്രിൽ 10 തിയേറ്ററുകളിലെത്തിയ ചിത്രമായിരുന്നു ബസൂക്ക. 28 കോടിയാണ് ഇതിന്റെ എസ്റ്റിമേറ്റഡ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ഒരു സിനിമ നേടിയത് 3.23 കോടിയാണ്. വേൾഡ് വൈഡ് ഈ ഒരു സിനിമ ഇതുവരെയായിട്ട് കളക്ട് ചെയ്തിരിക്കുന്നത് 21.55 കോടിയും. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഈ ഒരു സിനിമ ഇതുവരെ നേടിയിരിക്കുന്നത് 11.20 കോടി രൂപയുമാണ്. നെഗറ്റീവ് റെസ്പോൺസ് വന്ന സിനിമ ബോക്സ് ഓഫീസ് വെർഡിറ്റിൽ നിലവിലെ ഡിസാസ്റ്റർ ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു സിനിമയ്ക്ക് IMDb നൽകിയിരിക്കുന്നത് 8.2 റേറ്റിംഗ് ആണ്. നല്ലൊരു റേറ്റിംഗ് തന്നെയാണ്. IMDbയുടെ റേറ്റിംഗ് എല്ലാം ജെനുവിനായിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. തൊട്ട് മുമ്പ് വന്ന എമ്പുരാൻ ഒരു ബിലോ ആവറേജ് മൂവിയായിട്ടാണ് കണ്ടു കഴിഞ്ഞാൽ തോന്നിയത്. അതിന് IMDb നൽകിയിരിക്കുന്ന റേറ്റിംഗ് 6.5 ആണ്. എന്നാൽ ഏറ്റവും കുറഞ്ഞ റേറ്റിംഗ് നൽകിയിരിക്കുന്ന എമ്പുരാന് ഇതുവരെയായിട്ട് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്യാൻ കഴിഞ്ഞത് 250 കോടിക്കും മുകളിലാണ്. എമ്പുരാനെക്കാട്ടിലും നല്ല റേറ്റിംഗ് ലഭിച്ച ബസൂക്കയ്ക്ക് ബോക്സ് ഓഫീസിൽ നിന്ന് ആകെ ഇതുവരെ കളക്ട് ചെയ്യാൻ കഴിഞ്ഞത് 21.55 കോടിയാണ്. ഈ സിനിമകളുടെ വിജയ പരാജയത്തിന്റെ ഒരു കാരണം മമ്മൂക്ക ഫാൻസ് അല്ലെങ്കിൽ ലാലേട്ടൻ ഫാൻസ് ആണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ബിലോ ആവറേജ് നിലവാരം പുലർത്തുന്ന ഒരു ലാലേട്ടൻ സിനിമയാണെങ്കിലും ബോക്സ് ഓഫീസിൽ അത്യാവശ്യം നല്ല കളക്ഷൻ നേടിയെടുക്കാൻ ലാലേട്ടൻ ഫാൻസിനെ കൊണ്ട് കഴിയുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ എത്ര നല്ല മികച്ച സിനിമയാണെങ്കിലും ഒരു 50 കോടി ക്ലബിലെങ്കിലും കയറാൻ മമ്മൂക്ക സിനിമകൾക്ക് കഴിയാതെ പോകുന്നതിൻ്റെയും കാരണം മമ്മൂക്ക ഫാൻസ് തന്നെയാണ്. സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ ബർത്ത്ഡേ വിഷസും ചെയ്യാനും മാത്രമാണ് മമ്മൂക്ക ഫാൻസിനെ കൊണ്ട് പ്രയോജനപ്പെടുന്നത്. തിയേറ്ററിൽ ആളിനെ കയറ്റാൻ മമ്മൂക്ക ഫാൻസിന് കഴിയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പം ബസൂക്ക എന്ന സിനിമയെ പറ്റിയും അതുപോലെ തന്നെ എമ്പുരാൻ എന്ന സിനിമയെ പറ്റിയും കമ്പയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക.